കരിക്കിന്റെ മൈൻഡ് ബ്ലോയിങ് കരിക്ക് നിങ്ങളെ സ്ട്രാറ്റജി ഞങ്ങൾ പൊളിക്കാൻ പോവാ. 2 കൊല്ലം മുന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഫേം ആഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്കിന്റെ ടീമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അന്നത്തെ 3 years ബിഫോർ അവരുടെ എമൗണ്ട് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് 5 minutesന്റെ ഉള്ളിൽ 30 to 60 secondsന്റെ ഒരു ആഡ് പ്ലേസ് ചെയ്യണമെങ്കിൽ 30 lakhs rupees, 30 ലക്ഷം രൂപ. അതെ ഏതല്ലേ അതെ, ഇവർക്ക് യൂട്യൂബ് മണി അതിനെക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ് ഈ സ്പോൺസർഷിപ്പ്. അതെ, കരിക്കിന്റെ പ്രസിഡന്റ് ആയ നിഖിൽ പ്രസാദിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇത്ര ഹൈ ബഡ്ജറ്റ് സംഭവങ്ങൾ, ഇത്ര അടിപൊളി പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതെ അതൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പോൺസർഷിപ്സ് നിർബന്ധമാണ്. അല്ലാതെ യൂട്യൂബിലെ ആഡ്സെൻസ് മണി, അതായത് യൂട്യൂബ് പേ ചെയ്യുന്ന പൈസ ഇനഫ് അല്ല എന്ന് പറഞ്ഞിരുന്നു. Hey everyone, welcome to the best comedy podcast in India, After Hours Malayalis. നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടൊരു റൂം കിട്ടിയപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോനെ പോലും അങ്ങ് കടത്തി വെട്ടി. അതെ, അപ്പൊ നമ്മളൊരു എപ്പിസോഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഷൗട്ട് ഔട്ട് ടു സംഗീത്. അതെ, സംഗീത് എന്ന എന്റെ ഒരു റൂംമേറ്റ് ആയിരുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ റൂമാണിത്. ഇവനിങ്ങനെ ഭയങ്കര ഡെക്കറേഷനിലൊക്കെ ഇങ്ങനെയൊക്കെ റൂം ചെയ്ത് വെച്ചാൽ നമുക്കൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് എടുക്കാൻ തോന്നില്ലേ? അതെ, നിങ്ങൾ പറയൂ. അതെ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ടോപ്പിക്സിനൊന്നും ഒരിക്കലും ഒരു പഞ്ഞം ഉണ്ടാകാറില്ല. സോ സെമീർ, അതിനൊക്കെ എന്താ പറയാനുള്ളത്? പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങളിപ്പം എവിടെ പോവാണെങ്കിലും ട്രൈപോഡ് വണ്ടിയിലിട്ടാ. അതെ, പിന്നെ നമ്മളുടെ ഫോൺ വെച്ചാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അസ്പയറിംഗ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പ്രോപ്പർ ക്യാമറ ഇല്ല, പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ ഈ ഷോ നടത്തുന്ന മൊത്തം ഫോൺ ക്യാമറ വെച്ചാണ്. ചിന്തിച്ചു നോക്കണം. സോ സെമീർ, യെസ് പറയൂ. അതെ സയാനെ, അതായത് നമ്മള് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. യെസ്, നമ്മള് ചെറുപ്പം മുതലേ കേൾക്കണാണ് ഗേൾസിന്റെ ഡ്രാമ, ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ, ഗേൾസിന്റെ കൊറേ ഡ്രാമ ക്വീൻസ്. ഇവരെ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ഡ്രാമയാണ്, ഭയങ്കര ബാക്ക് ബൈറ്റിംഗ് ആണ്, അതാണ് ഇതാണ് നമ്മൾ കൊറേ കേൾക്കണതാ. നീ എപ്പോഴും എന്നോട് പറയുന്നത്. അതെ, പക്ഷെ ഇത് എനിക്കുണ്ടായല്ലോ. പക്ഷെ നമ്മള് നീ എന്തെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഇവരാരും ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ, അതായത് അതിന്റെ ഒരു സൈഡിൽ കൂടെ വല്ല പോവേ, സൈഡിൽ കൂടെ മുങ്ങി പൊങ്ങിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാന് എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രാമന്റെ ഇടയിൽ കൂടെ ഞാൻ പോകുന്നത്. ആരൊക്കെയാണ് ഈ എപ്പിസോഡിൽ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്? പേരുകളില്ല, പക്ഷെ പേരുകള് നമുക്ക് ഇമാജിനറി നെയിംസ് വേണം, എന്നാലും ക്യാരക്ടേഴ്സ്. നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സിൽവസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു 3 പേര് പറ. ചിഞ്ചു, അഞ്ചു, കുഞ്ചു. വേണ്ട, നമുക്ക് നിന്റെ സ്റ്റോറി വരെ നീ തന്നെ പേരിട്ടോ. സ്റ്റോറിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കുറച്ച് നെയിംസ് ഒക്കെ അങ്ങ് ഇട്. സമീറിന്റെ ആ മൈൻഡ് അങ്ങ് ഓവർ ടൈം വർക്ക് ചെയ്യട്ടെ, ആ ക്രിയേറ്റിവിറ്റി അങ്ങ് വരട്ടെ. മറ്റേ വടക്കൻ സെൽഫിയിൽ അജു വർഗീസ് പറയുന്നല്ലേ, കം ഓൺ ഒന്നും മിണ്ടാതൊക്കെ. ഓക്കെ, കോമൺ നെയിംസ് കൊടുക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരാളുടെ പേര് ജെനിഫർ, ഒരാളുടെ പേര് ലൂസി, പേരൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരാളുടെ പേര് റിഹാന. ഓക്കെ, അപ്പം ഞങ്ങളെ കോളേജില് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റായി. അങ്ങനെ പല ഫ്രണ്ട്സും നമ്മൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ കോളേജ് തുടങ്ങിയ പാടന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ഒരു 5 പെൺകുട്ടികൾ, ഇവര് ആ കോളേജ് തുടങ്ങിയ പാടന്നെ ഭയങ്കര കമ്പനിയായി. അതായത് ഒരു ഗേൾസ് സ്ക്വാഡ്, അങ്ങനെ ഒരു ഗേൾസ് ടീം എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര കമ്പനി ആയിട്ടോ. അപ്പൊ ഞങ്ങളും തന്നെ ഇവര് സെറ്റ്, ഇവരെപ്പോഴും ഒരുമിച്ച അതേപോലെ ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ ഒരുപാട് ഗ്രൂപ്പ് അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് എല്ലാവരും കൂടിയും മിങ്കിൾ ചെയ്യാനും എല്ലാവരും പരിചയപ്പെടാനും എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ഗ്രൂപ്പിൽ ചേരും. എല്ലാവരും ഒരു വൈബ് പിടിക്കാൻ. എന്നിട്ട് അതിന് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് മനസ്സിലാക്കി ആരൊക്കെയാണ് അടിപൊളി, ആരൊക്കെയാണ് മാറ്റി നിർത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അനലിറ്റിക്സ് കാര്യമൊക്കെ ഞാൻ സെറ്റാക്കി. അങ്ങനെ ഈ ഒരു ഗേൾസ് എപ്പോഴും ഒരുമിച്ച. ഈ ഗേൾസ് ആണ് ജെനിഫർ, ലൂസി,
റിഹാന. ബാക്കി 2 ഗേൾസ് NPC നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ്, അവർക്ക് വലിയ റോളില്ല. എന്ത് ഡിമീനിങ് ആയിട്ടല്ലേ സെമീർ അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ 3 ഗേൾസിന്റെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാം. ഓക്കെ. എന്നിട്ട് അപ്പൊ ഇവര് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴും ഇവരെപ്പോഴും ഒരുമിച്ച. അപ്പം ഓരോരുത്തരെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ, ലൂസി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര പീപ്പിൾ പ്ലീസർ ആണ്. ആരും അങ്ങനെ മുഷിപ്പിക്കാനൊന്നും താല്പര്യമില്ല. മര്യാദക്ക് നോ പറയാൻ അറിയില്ല. അതായത് ഇപ്പൊ എന്തുണ്ടെങ്കിലും ഇനിയിപ്പോ എനിക്ക് ചെയ്യണ്ടെന്നാണെങ്കിലും ഇനിയിപ്പോ ആൾക്കാർ ഇതാക്കണ്ട, പ്രശ്നം വിചാരിച്ചിട്ട് അവളങ്ങ് നോക്കെ ഞാൻ ചെയ്തോളാം. ഒരു പീപ്പിൾ പ്ലീസർ. അതാണ് ലൂസിന്റെ ഒരു പെർസോണ എന്ന് പറയുന്നത്. ജെനീഫർ പറഞ്ഞാല് കുറച്ച് കൗശലം കൂടുതലാണ്. അതായത് കുറച്ച് ക്രുക്ഡ് മൈൻഡാണ്. പിന്നെ ആൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പം ആള് കോളേജിലേക്ക് വരുന്നു, പഠിക്കുമ്പോ ഒക്കെ വരെ കൂടെ ഫുള്ള് കമ്പനി. പിന്നെ അത് കഴിഞ്ഞാല് നേരെ പോവും. ക്ലാസ് കഴിഞ്ഞാൽ അപ്പൊ പോവും. ഇവരായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും നിൽക്കൂല. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില. അതെ. പക്ഷെ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് വിളിക്കും. അത് റെഡി ആയില്ല, ഇതെങ്ങനെ ചെയ്യാ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇന്നൊക്കെ 2-3 പ്രാവശ്യമൊക്കെ വിളിക്കലുണ്ട്. ഇന്നൊക്കെ ആകെ വിളിക്കണ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനത് മനസ്സിലായോണ്ട് ഞാൻ കോളൊന്നും എടുക്കലില്ല. അതെ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല സാർ ഇനി ഉള്ളത് പറ. ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെ നമ്മളെ അവസരവാദികളായി ചെയ്യുന്നതും മുതലെടുക്കുന്നതും ഡിഫറൻസ് ആണ്. അപ്പം അത് ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ ഇതാണ് ജെനീഫറിന്റെ ഒരു പെർസോണ ഇതാണ്. പിന്നെ റിഹാന ഉള്ളത് നല്ല പാട്ടുകാരിയാണ്. മോർ മിക്സ് ഓഫ് ജെനീഫർ ആണ്. അതായത് കുറച്ച് ക്രുക്ഡ് മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോ നൈറ്റ് ഷിഫ്റ്റ് ആണ്, ജോലി ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്. അതിന്റെ ഇടയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാരക്ടർ അങ്ങ് എടുത്ത പോലെയാണ് റിഹാനന്റെ ഒരു ഇത്. അങ്ങനെ പിന്നെ ബാക്കി 2 പേരുണ്ട്. അപ്പൊ ഇവര് 5 പേരാണ്. അതെ, ഇവര് 5 പേരാണ് ഫുള്ള് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ. എന്ത് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ട്. ഈ ലൂസിയൊക്കെ എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇവളോട് പോയിട്ട് പറയും, നിനക്ക് അടുത്ത പ്രൊജക്റ്റ് വേറെ ഗ്രൂപ്പിലൊക്കെ ചേർന്നൂടെ, എനിക്ക് എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. പക്ഷെ ലൂസി അപ്പോഴും പീപ്പിൾ പ്ലീസർ. ഞാൻ ഓൾറെഡി ഈ ഗ്രൂപ്പിലായില്ലേ, ഇനിയിപ്പോൾ ഞാൻ വേറെ ഗ്രൂപ്പിൽ പോയാലോ, അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇവർ ഓൾറെഡി ഒരു ഗ്രൂപ്പൊക്കെ ഫോമായി ഭയങ്കര സ്ക്വാഡ് ഗോൾസ് എന്നൊക്കെ ഉള്ള പോലൊക്കെ ആയപ്പോൾ പിന്നെ ഇവരങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഓക്കെ ലെറ്റ്സ് ഗോ വിത്ത് ദിസ് എന്നുള്ള. അങ്ങനെ ഇവര് ഇങ്ങനെ പ്രൊജക്റ്റും കാര്യമൊക്കെ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ എന്തായി, ഈ ലൂസി പറഞ്ഞാൽ കുറച്ച് ഒരു ഡിസൈനിങ്ങിലൊക്കെ ചെറിയൊരു എസ്തെറ്റിക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടി ഫസ്റ്റ് തന്നെ പ്രസൻറ്റേഷൻസ്, അതായത് നമ്മൾ പ്രൊജക്ട്സ് വരാറിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻസ് PPT പോലെ ഉണ്ടാക്കണം. അപ്പോൾ ലൂസിനെ വരണ്ട ഏൽപ്പിച്ച്, കാരണം PPT ഉണ്ടാക്കലാണ് ഏറ്റവും പണിയുള്ള പരിപാടി. കണ്ടന്റുകൾ നമ്മൾ ഓരോരുത്തർ നമ്മളെ കണ്ടന്റ് ഇട്ടെടുത്താൽ മതി. ഇത് ഇങ്ങോട്ട് ഷോർട്ടാക്കി പ്രസന്റേഷൻ ഉണ്ടാക്കലാണ് പണി. അത് ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാൻ ഫുള്ള് അങ്ങ് എങ്ങനെയെങ്കിലൊക്കെ കണ്ട് തീർക്കല പ്രസന്റേഷൻസ് ഒക്കെ. പക്ഷെ ലൂസി അവിടെയും ഒരു പെർഫെക്ഷനിസ്റ്റ്. പീപ്പിൾ പ്ലീസിംഗിന്റെ മുകളിൽ ഒരു പെർഫെക്ഷനിസം കൊണ്ടുവന്നാൽ അത് എന്തൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഒരു PPT ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അവള് കുറെ മണിക്കൂറുകളൊക്കെ എടുക്കും, ഉറക്കൊക്കെ ഒഴിവാക്കിയാ ഉണ്ടാക്കുക. അപ്പൊ സാധാരണ എന്താ ചെയ്യുക, ഇപ്പൊ സെയിം ഗ്രൂപ്പ് തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റിലാണെങ്കിൽ നമ്മള് ഫസ്റ്റ് ഗ്രൂപ്പിൽ നല്ലോണം വർക്ക് ചെയ്തവർക്ക് കുറച്ച് എളുപ്പപ്പണിയും, മറ്റേ വർക്ക് ചെയ്യാത്തവർക്ക് നല്ല ടഫ് ജോലിയൊക്കെ കൊടുത്ത് നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ ഈ റൊട്ടേഷൻ അവിടെ നടക്കണില്ല. അങ്ങനെ ഇവര് 1 thick ഫ്രണ്ട്സ്. ഞാൻ ബിഗിനിങ് ഓഫ് ദ സെമസ്റ്റർ ഇവര് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, അങ്ങനത്തെ ലൈഫ്. എന്നിട്ട് സെമസ്റ്റർ കഴിയാനായപ്പോ ഇവര് പ്രൊജക്റ്റ് ഓൾറെഡി സ്റ്റാർട്ടായി, ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളൂ. പക്ഷെ മാർക്കും അങ്ങട്ടതാ. അതായത് ഇവരെ 5 ആളോ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ 3 ആള് വേറൊരു ഗ്രൂപ്പ്, 2 ആള് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഫുള്ള് അടിപിടി. ഇവർക്കാണെങ്കിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനും പറ്റണില്ല, ഒക്കെ അസൈൻമെന്റും ആയി. അങ്ങനെ അവസാനമൊക്കെ എത്തിയപ്പോ ലൂസിയൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ലൂസിയൊക്കെ അവര് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പ്രസന്റേഷൻ ചെയ്യൂല, നിങ്ങൾ ചെയ്യാതൊക്കെ ലൂസിക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്യാക്ക എന്താ ചെയ്തോ, ഞാൻ ഈ ടോപ്പിക് ചൂസ് ചെയ്തു, ഇതിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിലിടും, ബാക്കി നിങ്ങൾ എന്താ ചെയ്തോ. ലൂസി ആണെങ്കിൽ മാർക്ക് വെച്ച് നോക്കുമ്പോ പാസ്സായി. അപ്പൊ ഇനിയിപ്പോ ഈ പ്രൊജക്ട് സബ്മിറ്റ് ആയാലും ഇല്ലെങ്കിലും ഓളത് എഫക്ട് ചെയ്യും.
അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇവര് ക്ലാസ്സിൽ വന്ന മൈൻഡ് ചെയ്യൂല, രണ്ടാൾക്കാർ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും റോളിങ് ഐസ്. അപ്പൊ ഞാന് അതേപോലെ ചെക്കന്മാരൊക്കെ ഇത് കാണുന്നുണ്ട്, ഇതിനെ കുറിച്ച് അറിയുന്നുണ്ട്. ഞങ്ങള് ഒരു കൂട്ടർ എടുത്തിരിക്കുമ്പോ മറ്റേ കൂട്ടർ അടിച്ച് ഇവര് ഇങ്ങനെ പറയും. ഓരപ്പോ നമ്മള് ഫസ്റ്റ് പോകുമ്പോ ഇവരെ കുറിച്ച് അങ്ങനെ പറയും. ഇതെല്ലാം കേൾക്കാൻ നീ, ഞാൻ മാത്രല്ല, ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ട്. ബോയ്സ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മള് അധികം അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ, എന്താ ഇതൊരു പ്രൊജക്ട്, ഒരു ജസ്റ്റ് ഒരു പ്രൊജക്ട്, ഒരാളെ ഇഷ്ടം ഇങ്ങനെ തീരാവുന്നതുള്ളൂ. അപ്പൊ അത് എൻ്റെ ഒരു ന്യൂവസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനും ഞാൻ കാനഡയിൽ എത്തേണ്ടി വന്നു. ഈ ഒന്ന് ലൈവായിട്ട് കാണാനും ആസ്വദിക്കാനും അനലൈസ് ചെയ്യാറൊക്കെ. അപ്പം ആ ഒരു ഫാസിനേറ്റിംഗ് സ്റ്റോറി നിങ്ങളോട് പറയണമെന്ന് തോന്നി. സോ സയാൻ പറയൂ, ഹൗസ് ലൈഫ്? ഞാന് വേറുള്ളവരെ എങ്ങനെ ഈ പോഡ്കാസ്റ്റിൽ ഒന്ന് എക്സ്പോസ് ചെയ്ത് അവരെ കുറിച്ച് ഇങ്ങനെ ബാക്ക് ബൈറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കാറുള്ളൂ. എനിക്കിപ്പോ അടുത്ത് G ലൈസൻസ് കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്ത് ഈ G ലൈസൻസ്, പിന്നെ ടോപ്പ് G ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കാനഡയിൽ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതി പാസ്സാക്കുമ്പോൾ നമുക്ക് G1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് കിട്ടും. പിന്നെ നമ്മൾ റോഡ് ടെസ്റ്റ് എഴുതിയിട്ട് നമ്മൾ പാസ്സാക്കുമ്പോൾ നമുക്ക് G2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടും. പിന്നെ നമുക്ക് അതിന്റെ പുറമെ ഒരു ഹൈവേ ടെസ്റ്റ് ഉണ്ട്. ഈ ഹൈവേ ടെസ്റ്റ് പാസ്സായാലാണ് G എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് കിട്ടുക. അപ്പൊ ഇപ്പൊ അടുത്ത് എനിക്ക് ടോപ്പ് ടിയർ, ഏറ്റവും ടോപ്പിലുള്ള G ലൈസൻസ് കിട്ടി. പക്ഷെ അത് ഇതിന്റെ മുകളിൽ ലോറിന്റെ ലൈസൻസ് ഉള്ളു. അതെ, അപ്പൊ അത് G ലൈസൻസിന്റെ സ്റ്റോറി ഞാനെങ്ങനെ ജസ്റ്റ് പാസ്സായതാ G ലൈസൻസ്. പക്ഷെ G2 ലൈസൻസ് ഞാൻ റോഡ് ടെസ്റ്റിന് ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് പറയാൻ പോകുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ്റെ ലൈഫ് എൻ്റെ കൺട്രോൾ, മൈ ലൈഫ് മൈ റൂൾസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എനിക്കിവിടെ പേരൻസ് ഇല്ല, ടീച്ചേഴ്സ് ഇല്ല, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറൊരാള് ഞാൻ വണ്ടി ഓടിക്കണോ വേണ്ടേന്ന് വേറൊരാൾ തീരുമാനിക്കുക. അയാൾക്കാണ് അതിന്റെ അതോറിറ്റി, ടെസ്റ്റ് ഇൻസ്ട്രക്ടർ. അതെനിക്ക് അങ്ങ് പിടിക്കുന്നില്ല. എനിക്കതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറെ ഇൻഡിപെൻഡന്റ് ആയി ജീവിച്ച ശീലമായതുകൊണ്ട്. പക്ഷെ ഏതായാലും ഞാനിതിന് പോയിട്ട് അവിടെ എത്തി. അപ്പൊ നമ്മള് ഇങ്ങനെ ടെസ്റ്റ് ആരംഭിക്കാൻ ഇൻസ്ട്രക്ടർ വന്നിരുന്നു. ഞാൻ പോയി ഓടിക്കാൻ പറഞ്ഞപ്പോ നമ്മളെന്താ ചെയ്യാ, ഇൻസ്ട്രക്ടറായിട്ട് ഏറ്റവും പെട്ടെന്ന് അങ്ങ് കമ്പനി ആവാൻ നോക്കണല്ലോ. അപ്പൊ ഇൻസ്ട്രക്ടർ ഒരു വൈറ്റ് കനേഡിയൻ ആയിരുന്നു. ഞാന് റേസ് ഇതിൽ ഭാഗമൊന്നുമല്ല, പക്ഷെ ഞാൻ ആൾക്കാരുടെ ഒരു ഇമാജിനേഷന് വേണ്ടി പറയാണ്, ഒരാണ്, വൈറ്റ് കനേഡിയൻ മാൻ. അപ്പൊ ഞാൻ എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇന്നത്തെ കാലാവസ്ഥ ഭംഗിയാ എന്നൊക്കെ ഞാൻ മൂപ്പരോട് പറഞ്ഞു. അപ്പൊ മൂപ്പര് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ സംസാരിച്ചേ. എന്നിട്ട് പിന്നെ ഞാൻ എന്തോ പറഞ്ഞപ്പോ മൂപ്പര് എന്നോട് ചോദിച്ചു, നീ UK എന്നാണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ബ്രിട്ടീഷ് ആക്സെന്റ്. അപ്പൊ ഞാൻ അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അങ്ങനെ ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞേ, ഞാൻ പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിലാണ് ജനിച്ചു വളർന്നത്, ഞാൻ UK പോയിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരിനോട്, പക്ഷെ നിനക്കൊരു ബ്രിട്ടീഷ് ആക്സെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, ബ്രിട്ടീഷ് ഞാൻ കാണുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, too many one direction interviews എന്ന് പറഞ്ഞ, അതായത് too many one direction interviews കുറെ കണ്ടിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞേ. അതെ, പക്ഷെ അതിനൊക്കെ മനസ്സിലായില്ലെങ്കിൽ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു വൺ ഡയറക്ഷൻ ഇന്റർവ്യൂസ് ഒക്കെ കുറെ കണ്ടോണ്ടാന്നൊരു തമാശ ഞാൻ പറഞ്ഞു. അപ്പം ഇയാളങ്ങ് പൊട്ടിച്ചിരിച്ചു, ഐസ് അങ്ങ് ബ്രേക്കായി. അപ്പൊ ഇയാളങ്ങ് ചിരിച്ചിട്ട് ഇയാള് പറഞ്ഞു, എൻ്റെ പേരൻസ് UK എന്നാണ്, അവർ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്, ഞാന് അങ്ങനെ, അപ്പൊ ഞാനും ബ്രിട്ടീഷ് ഒറിജിൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വീൻ എലിസബത്ത് മരിച്ച ഒരു സമയം. അതെ, മരണത്തെ വരെ മുതലെടുത്ത ഒരു ക്രൂരൻ. അപ്പൊ ക്വീൻ എലിസബത്ത് മരിച്ച ടൈമായിരുന്നു എന്റെ ഈ ടെസ്റ്റ് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയങ്കര ഐ എം സോ സോറി ഫോർ ദ ലോസ് ഓഫ് യുവർ ക്വീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പര് ഭയങ്കര ഒരു നഷ്ടമായി പോയി. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഷി വാസ് അവർ ക്വീൻ. ജനങ്ങളുടെ ആയിരുന്നു. സത്യം പറഞ്ഞ ഇന്ത്യക്കാരായ നമ്മളെ കൊളോണിയൽ റൂളിൽ ഇത്ര കാലം ഭരിച്ച് നമ്മുടെ സാധനങ്ങൾ ലൂട്ട് ചെയ്ത്. ഞാൻ UK പഠിക്കാൻ പോവാത്തതിന്റെ കാരണം അറിയാം, മെയിൻ റീസൺ പൈസ ഒരു വിഷയമല്ല, പൈസ എറിഞ്ഞു കൊടുക്കാൻ റെഡിയാ. പക്ഷെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് UK ഇപ്പോഴും ഇന്ത്യക്ക്
ഒരു പ്രോപ്പർ അപ്പോളജി ചെയ്തിട്ടില്ല ഫോർ ദ ജാലിയൻ വാലാബാഗ്. ഉഫ്. അതിപ്പോഴും എന്റെ ബ്ലഡിൽ ബോയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പണിയെടുത്ത് എന്റെ പൈസ അവിടെ കൊടുത്ത് UK നന്നാവണ്ട. നല്ലൊരു സ്പീച്ച് ആയിരുന്നു, ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അതെ. പറഞ്ഞത്, ഒരു തമാശ രീതി അതെ, നീ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ. ഞാന് ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാ മൂവി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിൽ ഈ ജാലിയൻ വാലാബാഗിന്റെ ഇൻസിഡൻസും ഞാനും കണ്ടേ. വിക്കി കൗശലിന്റെ പടം. വിക്കി കൗശലിന്റെ ഏതാ സിനിമ എനിക്ക് സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളി പടം. അതുകൊണ്ട് കണ്ട് കഴിഞ്ഞപ്പോ തന്നെ ഫുൾ ഇമോഷണൽ ആയി. ഇങ്ങോട്ട് ലാസ്റ്റ് വരെ ഫുള്ള് മറ്റേ ട്രൂ ഇവന്റ്സ് ആണെന്നുള്ള റൈറ്റിംഗ് അതില് ഇതുണ്ട്. ഇപ്പോഴും ഇന്ത്യക്ക് ഒരു പ്രോപ്പർ അപ്പോളജി കൊടുത്തില്ല. വാറിൽ ചെയ്യാവുന്ന ഏറ്റവും നെറികേട്, അതായത് വാർ ലോസിനെ ഇതാക്കുന്ന ഒരു സംഭവമാണ് ആൾക്കാരെ, കുട്ടികള്, സ്ത്രീകള് എന്നൊക്കെ ഉള്ള ദ സെയിം തിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. പക്ഷെ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നായാലും. അപ്പം ആ ഒരു റീസൺ എനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് റീസൺ ആയിരുന്നു ടു നോട്ട് ചൂസ് UK ഓൺ എ സീരിയസ് നോട്ട്. അതെ, അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു she was our queen. പറഞ്ഞിട്ട് ഞാൻ she was our queen എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ മൂപ്പര് യാ എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇതിലങ്ങ് ബോണ്ടായി. അതെ, ഞാനും ഇൻസ്ട്രക്ടറും. എന്നിട്ട് എന്താ, മൂപ്പര് എന്നെ കൊണ്ട് പാരലൽ പാർക്കിംഗ് ചെയ്യിപ്പിച്ചോ? ഇല്ല. റിവേഴ്സ് പാർക്കിംഗ് ചെയ്യിപ്പിച്ചോ? ഇല്ല. മൂപ്പര് എന്നെ നേരെ കുറച്ച് ഓടിച്ച് ലെഫ്റ്റ് റൈറ്റ് പിടിപ്പിച്ചിട്ട് എന്നോടൊരു 3 point ടേൺ ചെയ്യാൻ പറഞ്ഞു. സിമ്പിൾ. ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്നോട് തന്നെ തിരിച്ച് വന്നോടത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് മൂപ്പര് G2 അങ്ങ് എഴുതി തന്നു. ഇതാണ് പറയുന്നത്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി നിന്നാല്, ആൾക്കാരായിട്ട് ഫ്രണ്ട്ലി ഒക്കെ നിന്നാല് നമുക്ക് എപ്പോഴും ഗുണേ ചെയ്യുള്ളൂ. ഈസി പീസി. പക്ഷെ വേറൊരു POV ഞാൻ പറയട്ടെ. അതായത് ഞാൻ ഈ അടുത്ത് G2 ലൈസൻസ് എടുക്കാൻ പോയിരുന്നല്ലോ. അപ്പൊ ഞാൻ G2 ലൈസൻസ് എടുക്കാൻ പോയപ്പോ ഇതേപോലെ ലൈക്ക് അന്ന് സയാന് എന്തോ ബിസിയായി. അപ്പൊ നമ്മള് ഇവിടെ ലൈസൻസ് എടുക്കുമ്പോ നമ്മളെ കാറായിട്ട് പോകണം. നാട്ടിലും സെയിം റൂളാണ്. പക്ഷെ നാട്ടില് നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറായിരിക്കും ഇടാനൊക്കെ ഉപയോഗിക്കുക. അവിടെ ഇല്ല. പക്ഷെ ഇവിടെ പറഞ്ഞാല് നമ്മള് റോഡ് ടെസ്റ്റിന് പോകുമ്പോ നമ്മളെ കാറായിട്ട് പോകണം. അപ്പൊ സയാൻ അന്ന് എന്തോ തിരക്കായിട്ട് പറ്റിയില്ല. അങ്ങനെ എൻ്റെ ഒരു കനേഡിയൻ നെയ്ബർ ഉണ്ട്, ടൈലർ എന്നാ പേര്. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ നെയ്ബറിനോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഇന്ന് ഫ്രീ ആണോ, എനിക്കിങ്ങനെ ഒരു G2 ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവന് ഓക്കെ പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങള് പോയി ടെസ്റ്റ് സെന്ററിൽ പോയി. ടെസ്റ്റ് സെന്ററിൽ പോയപ്പോ ഇവൻ കുറച്ച് ഒരു പാവാണ്. കനേഡിയൻസ് ആണല്ലോ, കനേഡിയൻസ് ബൈ ഡിഫോൾട്ട് പാവാണ്. ഇതാണ്. അപ്പൊ എനിക്ക് വന്ന ഇൻസ്ട്രക്ടർ തന്നെ ഒരു ഇന്ത്യന്, ഒരു പഞ്ചാബിയാണ്, ഏതായാലും ഒരു ഇന്ത്യൻ ആളാണ്. ഈ ഇന്ത്യൻസിന്റെ ഒരു ഇതറിയാലോ, അതായത് ഇപ്പം നമ്മൾ അവർക്കൊരു അതോറിറ്റി കൊടുത്താല് നമ്മളങ്ങോട്ട് കയറി ഭരിക്കും. അതായത് ഇപ്പം നാട്ടിലൊരു പോലീസുകാരാണെങ്കിൽ ഇപ്പൊ ആ പോലീസിനുള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ കയറി അങ്ങ് ഭരിക്കണതാവും. അത് ഇവിടെ പല സ്ഥലത്തും നമ്മള് പോയാൽ കാണാം. അപ്പം ഒരു കനേഡിയൻ മാനേജറും ഒരു ഇന്ത്യൻ മാനേജറും ഉള്ള ഡിഫറൻസ് ഭയങ്കരമായിരിക്കും. ഇന്ത്യൻ മാനേജർ, ഞാനിപ്പോ എനിക്ക് ഈ നമ്മള് റേസ് കനേഡിയൻ ഇന്ത്യൻ അങ്ങനെ റേസസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയി പറയാൻ താല്പര്യമില്ല. പക്ഷെ ജനറലി ഈ ഒരു സംഭവം കാഴ്ച, അതിപ്പോ സെമീർ പറഞ്ഞ പോലെ പോലീസുകാരെന്ന് പറയണ്ട, പോലീസുകാരന് ഭയങ്കര അതോറിറ്റി ഉള്ള ഒരാളാണ്. ഒരു സിമ്പിൾ പ്യൂൺ ആവട്ടെ, അതെ, പ്യൂണും അധികാരം കിട്ടിയ പ്യൂണിന്റെ അധികാരത്തില് മൂപ്പരങ്ങ് പ്യൂണിന്റെ കീഴിൽ ആരെങ്കിലും ഉണ്ടോ ആ ഒരു അതോറിറ്റി മൂപ്പര് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ എൻ്റെ കൂടെ വന്ന ടൈലർ, ഞാൻ ആദ്യമായിട്ട് G2 ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവന് ആരും ഓർമ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇൻസ്ട്രക്ടർ കയറി വണ്ടിയിൽ ഇരുന്ന്, അപ്പം നമ്മൾ ഇൻസ്ട്രക്ടർ ഉണ്ടാവുള്ളൂ, ഇവ ഇറങ്ങും. അപ്പൊ ഇവന് ജസ്റ്റ് ആ ഒരു ഓർമ്മ ഉള്ള രീതിയിൽ ഇവ ഇങ്ങനെ വീഡിയോ എടുത്ത് മാൻസ് ഫസ്റ്റ് G2 ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതില് ഈ എന്റെ ഇൻസ്ട്രക്ടറിന് അത് തീരെ പിടിച്ചില്ല. മൂപ്പര് ഇവനോട് ആദ്യം ചൂടായി, ഈ എന്റെ പെർമിഷൻ ചോദിച്ചാണ് വീഡിയോ എടുക്കാന്, നിനക്കറിയാലോ പബ്ലിക് പ്ലേസ് അല്ല ഒരാളെ വീഡിയോ എടുക്കുമ്പോ അതിലിപ്പോ. അപ്പം ഇവൻ കനേഡിയൻ അപ്പൊ തന്നെ അപ്പോളജൈസ് ചെയ്ത്, എനിക്കറിയില്ലായിരുന്നു, ഞാൻ വേണേ ഡിലീറ്റ് ആക്കാം, അതൊരു ഓപ്ഷൻ, ഞാൻ വേണേ ഡിലീറ്റ് ആക്കാം. അപ്പൊ മൂപ്പര് അപ്പോഴും എന്നാലും ഞാൻ ആ ഫ്രെയിമിൽ ഇല്ലേ, അപ്പൊ എന്നോട് ചോദിക്കണ്ടേ, അതായത് യു ഡോണ്ട് നോ ദ മാനേഴ്സ് എന്നൊക്കെ ഉള്ള പോലെ മൂപ്പര് സംസാരിച്ച്. അപ്പൊ ഇവൻ അപ്പോഴും പിന്നെ ഫുള്ള് ഇതാക്കി, ഞാനാണ് നല്ല തുടക്കം അപ്പൊ ഞാന് കാര്യമൊക്കെ ഇതാക്കി ഞാന് വണ്ടി ഓട്ടാൻ തുടങ്ങി.
വണ്ടി ഓട്ടാൻ തുടങ്ങി. മൂപ്പര് പാരലൽ പാർക്കിംഗ് ചെയ്യാൻ പറഞ്ഞ് ചെയ്തു. പിന്നെ കുറേ ഓടിപ്പിച്ച്, അതായത് ട്രാഫിക്കിൽ നിന്ന് ലൈന് മാറ്റലും പിന്നെ റൈറ്റ് എടുക്കലും പിന്നെ അപ്പ് ഹിൽ കേർബ് സൈഡിൽ എങ്ങനെ പാർക്ക് ചെയ്യുക അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഓടിപ്പിച്ച്. അങ്ങനെ ഒക്കെ കഴിഞ്ഞാണ്ട് എത്തിയാണ്ട് മൂപ്പര് പറഞ്ഞ് ഈ G2 ഫെയിലാണ് പറഞ്ഞ്. ഞാനിങ്ങനെ ഫുള്ള് ഫെയിലോ, എന്ത് പറ്റി, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാൻ? അപ്പം മൂപ്പര് പറഞ്ഞ ഒന്ന് റീസണിങ് മൂപ്പര് പറഞ്ഞ് എൻ്റെ ബ്രേക്കിംഗ് സ്മൂത്ത് അല്ല പറഞ്ഞ്. ഞാനങ്ങനെ ഒരു ബട്ടറിന്ന് ഇങ്ങനെ നൂലെടുക്കൂലേ അതേമാതിരിയൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ നോക്കിയ. പിന്നെ മൂപ്പര് പറഞ്ഞ് എനിക്ക് ഉപമൊക്കെ കിട്ടുക. പിന്നെ മൂപ്പര് പറഞ്ഞ് മറ്റേ നമ്മള് ഓടിക്കുമ്പോ നമുക്ക് അറിയാലോ, നമ്മള് കൊറേ മിറർ ഇങ്ങനെ നോക്കണം, ഇതാക്കണം, ചുറ്റുപാട് നോക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഈ ചുറ്റുപാട് ശ്രദ്ധിക്കണമെന്നും ഇത്ര പോരാ, ഈ അത് മിററും ഇതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി അന്തരീക്ഷം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ആസ് എ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര്. അപ്പൊ ഞാൻ അന്തരീക്ഷം പിന്നെ മിററും വിൻഡോയിലും കൂടെ അല്ല, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കാൻ നമ്മൾ ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ ബാക്ക് ആ ഒരു ഇതേ നമുക്ക് കഴിയുള്ളൂ. ഇതിന്റെ അപ്പുറം ഇതൊന്നുമില്ല. വണ്ടി നിർത്തി ഇറങ്ങി നോക്കണം. അങ്ങനെ ഇങ്ങനെ റീസൺ ഒക്കെ പറഞ്ഞു. ഇങ്ങോട്ട് മൂപ്പര് പറഞ്ഞ് ഈ മര്യാദക്ക് ലെസൺസ് എടുത്തില്ല പറഞ്ഞു. ഞാൻ ലെസൺസ് എടുത്താണ്, ഞാൻ എന്തായാലും അങ്ങനെ. അപ്പം എനിവേസ് ജസ്റ്റ് ഡു എ ലിറ്റിൽ മോർ പ്രാക്ടീസ് ആൻഡ് കം അഗെയിൻ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് ഫെയിലാക്കിയാണ്ട് പോയി. ഞാനാകെ ചടച്ച്. അതിലുണ്ട് ടൈലർ ഇങ്ങനെ വരുന്നുണ്ട്, ഡോർ ഓർത്താടെ യോ ലുക്ക് ഹു ഗോട്ട് G2 വീഡിയോയില്. ഞാനാണ് ഇങ്ങനെ ചടച്ചിരിക്ക. അപ്പം ഇവരിങ്ങനെ ചെറുങ്ങനെ മനസ്സിലായി അപ്പം റീസൺസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം രണ്ട് ലൈക്ക് there are so many types of people here. ചില ഇൻസ്ട്രക്ടർ സയാന് കിട്ടിയ പോലെ ഫ്രണ്ട്ലി ആവും, ചിലത് എനിക്ക് കിട്ടിയ പോലെ വൺ റൂഡാവും, ചിലപ്പോ കുടുംബ പ്രശ്നമൊക്കെ നമ്മളെ മേത്താണ്ട് തീർക്കാൻ നോക്കും. അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ. അതെ, ഞാൻ G ലൈസൻസിന് പോയപ്പോ എനിക്ക് വന്ന ഇൻസ്ട്രക്ടറിനോട് ഇതേപോലെ ഞാൻ കുറെ ഫ്രണ്ട്ലി അടവുകളൊക്കെ അങ്ങ് പയറ്റി. പക്ഷെ ആ ലേഡി സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആയിരുന്നു. അതെ, എന്നോട് പൊളൈറ്റ് ആയിട്ടോ എന്നോട് കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു, പക്ഷെ പ്രൊഫഷണലിസം അങ്ങ് വിട്ടില്ല. പക്ഷെ ഈ രണ്ട് ഗണത്തിലും പെടാത്തൊരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് കേട്ടൊരു കഥ, ഫ്രഷ് കഥ, ചൂടോടെ അവിടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഷെയർ ചെയ്യാണ്. ഈ സ്റ്റോറി എനിക്ക് G2 കിട്ടിയ ഈ സ്റ്റോറി ഞാൻ എൻ്റെ ഫ്രണ്ട്സായ ജെനിഫറിനോടും ഡാനിയലിനോടും ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ സെമീർ ഉണ്ടായിരുന്നു. ഞാൻ സെമീറിനും എന്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയത് തന്നെ. അപ്പോൾ ഈ ഡാനിയൽ പറഞ്ഞ സ്റ്റോറി എന്ന് വെച്ചാൽ, ഡാനിയലിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ പെങ്കൊച്ച് നമുക്കെന്താ പേരിടാ, ലൂസി വേണ്ട, ലൂസി നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുത്ത് അവിടെ നിർത്തിക്കല്ലേ. ഓക്കെ, മറിയ. അപ്പൊ ഈ എവിടുന്നൊക്കെ പേര് വരുന്നത്. അതെ, അപ്പൊ മരിയ, ഈ ഡാനിയലിന്റെ ഫ്രണ്ട് മരിയ G2 ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ കാറിൽ കയറി. ഡാനിയലും ജെനിഫറും ഒറിജിനൽ നെയിംസ് ആണ്. അപ്പൊ ഫസ്റ്റ് കഥയിലെ ജെനിഫർ അല്ല, സെക്കൻഡ് കഥയിലെ ജെനിഫർ. ആകെ പ്ലോട്ട് ട്വിസ്റ്റ് ആയല്ലോ നമ്മള്. അപ്പൊ നമ്മള് ഈ മരി അങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഇൻസ്ട്രക്ടർ ഈ ടെസ്റ്റ് പാസ്സായോ ഇല്ലെന്ന് തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ടർ അങ്ങ് കരയാൻ തുടങ്ങി. അപ്പൊ ഈ മരിയാകെ ഞെട്ടിപ്പോയി, എന്തിനാണ് എന്റെ ഇൻസ്ട്രക്ടർ കരയുന്നത്? ഈ മരിയ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു. അപ്പം ഈ ഇൻസ്ട്രക്ടർ പറഞ്ഞു, ഈ റേഡിയോയില് ഡ്രേക്കിന്റെ പാട്ട് പ്ലേ ചെയ്തപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്ത കാര്യം ഓർമ്മ വന്നു പോയി. ഞാൻ ആ ചീറ്റ് ചെയ്ത പയ്യൻ ആ മറ്റവനെ വല്ലാതെ മിസ് ചെയ്ത് കരഞ്ഞതാണ്. അതായത് ഈ ഇൻസ്ട്രക്ടറിന്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്തു. അപ്പം ആ ചീറ്റ് വേറൊരാളുടെ കൂടെയാണല്ലോ ചീറ്റ് ചെയ്തത്. അപ്പൊ നമ്മളെന്താ വിചാരിക്ക, ഈ പാട്ട് കേട്ടപ്പോ I was such a bad woman, I cheated on my husband, ഈ ഒരു റിഗ്രറ്റിൽ കരയാൻ തുടങ്ങിയെന്നാ വിചാരിക്ക. പക്ഷെ അതല്ല പ്ലോട്ട് ട്വിസ്റ്റ്. ഇവൾക്ക് ആ മറ്റവനെ ഓർമ്മ വന്നു ഈ പാട്ട് കേട്ടപ്പോ, ഡ്രേക്കിന്റെ പാട്ട് കേട്ടപ്പോ. അതായത് ആരെ കൂടെയാണ് ചീറ്റ് ചെയ്ത ആ ആള് ഓർമ്മ വന്നിട്ട് കണ്ണിന്ന് വെള്ളം വന്നു.
ഓൾ ഓഫ് മീയോ അല്ലെങ്കിൽ എഡ് ഷീറന്റെ പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഡ്രേക്കിന്റെ പടം You used to call me on my cell phone എന്ന് പറഞ്ഞപ്പോ ചിലപ്പോ കരച്ചില് വന്ന് പോയിണ്ടാകും. അപ്പൊ അങ്ങ് കരയാൻ തുടങ്ങിയത്. എന്നിട്ട് ഈ മറിയ ഇൻസ്ട്രക്ടറുടെ കൺസോൾ ചെയ്ത് ഇവള് പാസ്സാക്കി കൊടുത്തു. ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെ പാസ്സാക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവര് നമ്പേഴ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇവര് കുറച്ചു കാലം ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ പല ടൈപ്പ് ഇൻസ്ട്രക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, പല ടൈപ്പ് ആൾക്കാരാണ്. അതെ, അതുപോലെ തന്നെ വേറൊരു സ്റ്റോറി ഉണ്ട്. എനിക്കറിയാവുന്ന ഒരാളൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു പരിചയമുള്ളൂ മൂപ്പരുടെ. എന്റെ ഫ്രണ്ടോ കാര്യമൊന്നുമല്ല. മൂപ്പരായിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പൊ മൂപ്പര് പിസ്സ ഡെലിവറി ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പരോട് നിങ്ങൾ എത്ര കാലം ഇത് ചെയ്യുന്നതെന്നൊക്കെ. സത്യത്തിൽ ഇത് ഞാനല്ല പരിചയപ്പെട്ടത്, എന്റെ കസിൻ അൻസലാണ് പരിചയപ്പെട്ടത്. അപ്പൊ പക്ഷെ ഇയാളെ എനിക്കും പരിചയമുണ്ട്. അപ്പൊ എന്താ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നപ്പം ഇയാൾ പറഞ്ഞു ഇയാള് ഊബർ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. ഒരു മാസം $4,000 കനേഡിയൻ അങ്ങനെ എന്തൊക്കെയാണ് ഇയാൾ ഉണ്ടാക്കിയത്. ഇയാള് ഊബറിൽ നല്ല റേറ്റിംഗും, അതായത് ഊബറിൽ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഊബറിൽ ഇയാളൊരു കുലപതിയായിരുന്നു. ഇയാളായിരുന്നു കിങ് ഓഫ് ഊബർ എന്നൊക്കെ ഉള്ള പോലെ അങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. $4,000 ഉണ്ടാക്കാറ് ചില്ലറ $1 എന്ന് പറഞ്ഞാൽ 64 രൂപയാണ്. അപ്പൊ $4,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് കൂട്ടി നോക്ക്. അപ്പൊ അത്രയും പൈസ ഊബർ ഓടിട്ട് ഇയാൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു പിന്നെന്തിനാ നിങ്ങൾ ഈ പണി നിർത്തിയത്. അപ്പൊ ഇയാളിങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇയാള് പറഞ്ഞു ഒരു കസ്റ്റമർ, ഒരു കനേഡിയൻ പെങ്കൊച്ച് കാറിൽ കയറിയിട്ട് ഇത് ഇദ്ദേഹം പറഞ്ഞ സ്റ്റോറിയാണ്. ഊബർ റൈഡിന് കയറി. ഊബർ റൈഡിന് ഇങ്ങനെ കയറിക്കൊണ്ട് വന്നപ്പോ ഇവരിങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോ എന്താ ഈ പെങ്കൊച്ച് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങിയത്ര. അപ്പൊ മൂപ്പര് തിരിച്ചും ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങിയത്ര. അങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് ലാസ്റ്റ് ഈ കൊച്ചിന്റെ സ്ഥലമെത്തി, വീടെത്തിയപ്പം ഇയാള് ചോദിച്ചു ഇവളുടെ ഫേസ്ബുക്ക് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇയാളുടെ ഒരു ഏജ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഫേസ്ബുക്കാ ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഒന്നുമല്ല, ഫേസ്ബുക്ക് ചോദിച്ചു. അപ്പൊ ഈ പെങ്കൊച്ച് എന്നിട്ട് ഫേസ്ബുക്ക് കൊടുത്തു, ആക്ച്വൽ അക്കൗണ്ട് കൊടുത്തു. എന്നിട്ട് ഈ പെങ്കൊച്ച് നേരെ അങ്ങ് വീട്ടിൽ പോയിട്ട് ഇയാളങ്ങ് റിപ്പോർട്ട് ചെയ്തു. അതോടെ ഇയാളുടെ ഊബർ അക്കൗണ്ട് അങ്ങനെ അങ്ങ് സസ്പെൻഡ് ആയി. പെൺകുട്ടിന്റെ സൈക്കോത്തരം ആലോചിച്ച് നോക്കില്ല. പക്ഷെ അയാളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയാ ഇത് ഇയാള് നമ്മളോട് പറഞ്ഞ സ്റ്റോറി അല്ലേ. അപ്പൊ തന്നെ ആലോചിച്ചിടെ ഇത് മൂപ്പര് പറഞ്ഞ സ്റ്റോറി അല്ലേ, മൂപ്പരുടെ വേർഷൻ ഓഫ് ദ സ്റ്റോറിയാണ്. മൂപ്പര് വേർഷനിൽ മൂപ്പര് രണ്ടാളും കുറ്റക്കാര്. ഞാൻ അങ്ങ് ഫ്ലേർട്ട് ചെയ്തപ്പോ അവൾ എന്നോട് തിരിച്ചും ഫ്ലേർട്ട് ചെയ്തു. എനിക്കൊരു സിഗ്നൽ തന്നപ്പോ ഞാനങ്ങ് ചോദിച്ചു തെറ്റാണോ രീതിയിലാണ്. അതെ, ഇത് മൂപ്പര് പറഞ്ഞ സ്റ്റോറി. പക്ഷെ കാരണം ഇയാള് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ ഇയാളുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഞാൻ മലയാളിയാന്ന് അറിഞ്ഞപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു ചേട്ടന്റെ പേരെന്താന്ന് ചോദിച്ചു. ആ മൂപ്പര് എന്നെ ഒരു പരിചയം മൂപ്പര് എന്നോട് പറയാം സഗർ എലിയാസ് ജാക്കി. എന്നിട്ട് അങ്ങ് പോയി. അപ്പൊ തന്നെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരാളുടെ ഫസ്റ്റ് ഇംപ്രഷന് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മനുഷ്യനാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ സ്റ്റോറി ഇതാണെങ്കിലും എന്റെ ഒരു അഭിപ്രായത്തില് there is more. He was married. അതെ, അതാണ് വേർസ്റ്റ് പാർട്ട്. ഇയാൾക്കൊരു വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. അതല്ല അപ്പൊ മൂപ്പര് ഫാമിലിയില് ഈ ജോലി പോയത് എങ്ങനെ റെപ്രസെന്റ് ചെയ്താവില്ല? വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ പറയാലോ, പാവം കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ടാകും. അതെ, അപ്പൊ ഡ്രേക്കിന്റെ സ്റ്റോറിന്നാണ് ഇത് തുടങ്ങിയത്. അതെ, ഡ്രേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ടൊറന്റോ എന്നാണല്ലോ ഡ്രേക്ക് ഉള്ളത്. ഡ്രേക്കിന്റെ മാൻഷന് പോയ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കുറെ പറഞ്ഞു ഈ പോഡ്കാസ്റ്റില്. പക്ഷെ ഡ്രേക്ക് ഇവിടെ ടൊറന്റോയിൽ കോൺസേർട്ട് പടുത്ത് നടത്തിയിരുന്നു. എന്നിട്ട് ഡ്രേക്ക് കോൺസേർട്ടിൽ ലൈവായിട്ട് അവിടെ ആരെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൈ പൊന്തിച്ച റാൻഡം ആയിട്ട് ഒരു കുട്ടീനോട് എടുത്തിട്ട് നിനക്ക് സ്റ്റുഡന്റ് ലോൺ ഡെറ്റ്സ് എത്രയാളെന്ന് വെച്ചിട്ട് എത്ര $60,000 അവിടെയുള്ള കോൺസേർട്ടിന് വന്ന സ്റ്റുഡൻസിന്റെ സ്റ്റുഡന്റ് ലോൺ ഡെറ്റ് ഡ്രേക്ക് അങ്ങ് ക്ലിയർ ചെയ്തു. നീ ഒന്ന് ആലോചിക്കും, നമ്മൾ ലൈവായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാം നമ്മളൊരു ഓഡിറ്റോറിയത്തില്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ പറയാം നിങ്ങൾ ആരെങ്കിലും കടമുണ്ടോ? അപ്പൊ ഒരു കുട്ടി കൈ വന്നിട്ട് എന്റെ അച്ഛനമ്മക്ക് കുറെ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് എന്നെ പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ പറയണേ എത്രയാണ് മോനെ? പറയാ 25 ലക്ഷം. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും ഒരു ചെക്ക്, ബ്ലാങ്ക് ചെക്ക് എടുത്തോ. ഞാൻ നമ്മളുടെ പോഡ്കാസ്റ്റ് ലിസണർ അങ്ങ് കൊടുക്ക, എത്രയാ നിന്റെ സ്റ്റുഡന്റ് ലോൺ ഡെപ്റ്റ് എന്ന് ചോദിക്കും. ഇതൊന്ന് റീപ്ലേ ചെയ്യട്ടെ. ഞാൻ അങ്ങനെ കൊടുത്തിട്ട് എത്രയാ നിന്റെ സ്റ്റുഡന്റ് ലോൺ ഡെപ്റ്റ്? അപ്പൊ ഒരു 25 lakhs. അതെ, അല്ല, തെറ്റ്, 0.
ഇന്ന് മുതൽ നിനക്ക് സ്റ്റുഡന്റ് ലോൺ ഡെറ്റ് ഇല്ല, എന്റെ വക ചെക്ക്. അന്ന് ആലോചിച്ച് ഒരു റേഞ്ചിലെത്തണ്ട അങ്ങനെയൊക്കെ ചെയ്യാൻ. ലൈക്ക് അത്രക്കും പൈസ ഉള്ളവർക്ക് ഇത് ഒന്നുമല്ലാന്ന് തോന്നുന്നു. അതായത് നമ്മളെ അതിലൊരു 1000 രൂപ. ഇപ്പൊ ഇന്നാള് ഞങ്ങള് റേഞ്ച് റോവറിന്റെ ഷോറൂം പോയപ്പോ ഡിഫൻഡറിന്റെ പ്രൈസ് നോക്കിയപ്പോ നമ്മൾ എത്ര $130,000 ആണ് ഒരു ഡിഫൻഡറിന്റെ പ്രൈസ്. അപ്പൊ നമുക്കത് വലിയ വലിയൊരു പ്രൈസായി തോന്നി. എന്നിട്ട് ഇതേ ടൈമിൽ തന്നെ മറ്റേ നമ്മൾ ടേറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ ആൻഡ്രൂ ടേറ്റിനെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലൊക്കെ ഉണ്ട്. അതിന് $50 പെർ മന്ത് ആണ് അതിന്റെ ഒരു ഫീ. അങ്ങനെ 200,000 ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിലുണ്ട്. ആ രീതിന്ന് മാത്രം 12 മില്യൺ മൂപ്പർക്ക് കിട്ടുന്നുണ്ട്. ഒരു പെർ മന്ത് $12 മില്യൺ ആണ് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പറയായിരുന്നു, ഓ ടേറ്റിനൊക്കെ ഇപ്പൊ ഉണ്ടാവില്ല, 0.1% എത്രോ ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ലോങ് സ്റ്റോറി ഷോർട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളതിലൊരു 1000 ഉറുപ്പ്യ ഉണ്ടാവുമ്പോ നമുക്ക് ഒരു ഉറുപ്പ്യ ചെലവാക്കാന് തോന്നൂല. അതേമാതിരി ആയിരിക്കും നമ്മള് ഭയങ്കര തോന്നൂല എന്നല്ല, ഒന്നും തോന്നില്ല. അതെ അതെ, ഞാൻ ഒരു ഫിസിക്സ് സ്റ്റുഡന്റ്, ഇൻഫിനിറ്റിസ്മലി സ്മോൾ എന്ന് പറയും. അതെ അതെ, അതേപോലെ ആവണം നമ്മളൊരു 1 lakh സ്പെൻഡ് ചെയ്യുമ്പോൾ. അതാണ് എന്റെ ലൈഫിൽ ഒരു ഗോൾ എന്ന് പറയുന്നത്. ലൈക്ക് ബി ദാറ്റ് റിച്ച്. 1 lakh ഒക്കെ നമുക്ക് ഒരു 1 rupee പോലെ അങ്ങ് തോന്നണം. ഈ ക്ലിപ്സ് ഒക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സെമീർ എവിടെ എത്തുന്ന അറിയണം. കോണർ മെഗ്രഗറിന്റെ ക്ലിപ്സ് ഒക്കെ സംസാരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണോ കോണർ മെഗ്രഗർ? അതെന്താന്ന് വെച്ചാല് കോണർ മെഗ്രഗർ ആരാന്ന് അറിയില്ല, UFC ചാമ്പ്യൻ ആയിരുന്നു. ബിഗ്ഗസ്റ്റ് മോസ്റ്റ് ഫേമസ് UFC എന്താന്ന് അറിയില്ലെങ്കിൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. അതെ, മിക്സ് മാർഷ്യൽ ആർട്സിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അത്ലീറ്റ് അല്ലെങ്കിൽ ഫൈറ്റർ ആണ് കോണർ മെഗ്രഗർ. കോണർ മെഗ്രഗർ ക്രിസ്ത്യാനോ റൊണാൾഡോനെ മീറ്റ് ചെയ്തപ്പോ കുറെ വർഷങ്ങൾക്ക് മുന്നേ 2000 16 17 അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് അത്ലീറ്റ്, ഹയസ്റ്റോ അത് വൺ ഓഫ് ദ ഹയസ്റ്റോ ആയിരുന്നു. അപ്പൊ കോണർ മെഗ്രഗർ പറയുന്നുണ്ട്, നീ വൺ ഓഫ് ദ ഹയസ്റ്റ് ആയിരുന്നു അല്ലെ, ഞാൻ 13ാമത്തെ എന്തോ ആണ്. പക്ഷെ ഒരു ദിവസം ഞാന് ഫ്രണ്ട്ലി ചാറ്റില് ഇങ്ങനെ പറയും, നിന്നെ ഞാൻ ഒരു ദിവസം പൊട്ടിക്കുന്നു. അപ്പൊ റൊണാൾഡോ അങ്ങ് ചിരിക്കും. റൊണാൾഡോ അങ്ങ് ചിരിച്ചാണ്ട് അതെ അങ്ങനെ പറയും. അങ്ങനെ പറയുന്നല്ല, പക്ഷെ ആ ഒരു അങ്ങനത്തെ ഒരു ഇത് ചിരിച്ച് സപ്പോർട്ട് ചെയ്ത ആ രീതിയിൽ അങ്ങ് വിടും. അത് എന്നിട്ട് പിന്നെ 2020-21 കോണർ മെഗ്രഗർ ഹയസ്റ്റ് പെയ്ഡ് അത്ലീറ്റ് ആയി ആ വർഷത്തെ. റൊണാൾഡോനും മെസ്സിനും റോജർ ഫെഡററിനും ടൈഗർ വുഡ്സിനൊക്കെ അങ്ങ് ബീറ്റ് ചെയ്തു. വാട്ട് എ സ്റ്റോറി. അതെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നിനക്കറിയോ ബോളിവുഡിലെ സിംഗേഴ്സ്, ഇപ്പൊ ഡ്രേക്ക് ഒരു സിംഗർ ആയതുകൊണ്ടാണല്ലോ ഇത്രയും പൈസ ഉള്ളത്. ബോളിവുഡിലെ സിംഗേഴ്സിനെ അവർ പാട്ട് പാടുന്നതിന് പൈസ കിട്ടില്ല. ഒരു പാട്ടിന് പൈസ, ബാക്കി ഫുള്ള് പേറ്റൻസ് ആയിട്ട് ടി സീരീസിന് അങ്ങനെ പോകണമെന്ന്. അതുകൊണ്ടല്ല, അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ബോളിവുഡ് മൂവീസിന് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പാട്ടുകാർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പൊ അവരത് ഫ്രീ ആയി ചെയ്യണം. എന്നിട്ട് അവർ ആ പാട്ട് പാടിയിട്ട് അവര് ഉണ്ടാക്കുന്ന ഫെയിമും എക്സ്പോഷറിലൂടെയും അവര് പിന്നെ കോൺസേർട്ടും ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അവര് കൂടുതൽ പൈസ ഉണ്ടാക്കാനാണ്. ഇപ്പൊ അർജിത് സിംഗ് കുറെ അർജിത് സിംഗിന്റെ പാട്ട് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഇനീഷ്യൽ സ്റ്റേജില് നമ്മളൊരു എക്സ്പോഷർ എന്നൊക്കെയുള്ള രീതിയിൽ ഇനീഷ്യൽ സ്റ്റേജ് അല്ല, അർജിത് സിംഗ് ഏത് ബോളിവുഡ് മൂവിയിൽ പാട്ട് പാടിയാലും അർജിത് സിംഗിന് ആ പാട്ട് പാടുന്നതിന് പൈസ കിട്ടില്ല. അർജിത് സിംഗ് പൈസ ഉണ്ടാക്കുന്നത് കോൺസേർട്ടിനും ഇതിനൊക്കെ പോയിട്ടാണ്. ടിക്കറ്റ് പോവാത്ത അടിപൊളി സിംഗേഴ്സിനൊക്കെ പൈസ അല്ല, റെമ്യൂണറേഷൻ ഇല്ല. അത് ഞാൻ ഇത് കറക്റ്റ് ആവുന്ന ഈരിയ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ സിംഗറിനെ നിനക്കറിയില്ല, ജസ്ലീൻ റോയൽ. അപ്പൊ ഈ ജസ്ലീൻ റോയൽ ഇതിനെ കുറിച്ച് ഭയങ്കര ഓപ്പൺ ആയിട്ട് വോക്കലായിട്ട് ഈ ബോളിവുഡ് കിങ് പിൻസിനൊക്കെ എതിരെ സംസാരിച്ചു. എന്നിട്ട് ഇത് വളരെ അൺഫെയർ ആണ് എന്നൊക്കെ പറയണം. അപ്പൊ പക്ഷെ അതുകൊണ്ടാണ് ഈ അർമാൻ മലിക്കൊക്കെ തെലുഗുലൊക്കെ വന്ന് പാടുന്നത്. കാരണം ബോളിവുഡിൽ മാത്രമേ ഇതുള്ളൂ. സൗത്ത് ഇന്ത്യയിലൊക്കെ കറക്റ്റ് ആയിട്ട് പേ ചെയ്യും. സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതാ ഞാൻ അതും കൂടി അങ്ങ് കമ്പയർ ചെയ്ത്, സൗത്ത് ഇന്ത്യയിലൊക്കെ ഇത് പേ ചെയ്യും, ബോളിവുഡിൽ അതില്ല. അപ്പൊ ഇവര് പറയുന്ന നിങ്ങൾക്കൊരു ചാൻസ് തരാം. അങ്ങനെയാണ് ഇപ്പൊ നടന്മാർക്ക് എന്തിനാ നമ്മൾ പേ ചെയ്യുന്നത്? അവർക്കും അഭിനയിക്കാൻ ഒരു ചാൻസ് കൊടുക്കല്ലേ. കോൺസേർട്ട് അവർക്ക് ഇനാഗുറേഷൻ ചെയ്യട്ടെ.
ഇനാഗ്രേഷൻ എന്തിട്ടാണ് 110 കോടി രജനീകാന്ത് ഇനാഗ്രേഷൻ ചെയ്ത അതാണ് ഞാൻ പറയുന്നത്. എക്സാക്ട്ലി അതാണ് ഞങ്ങളെ പോയിന്റ്. അപ്പൊ നടന്മാർക്ക് കൊടുക്കുക. അപ്പൊ ഈ സിംഗേഴ്സിനും അവരുടെ പാട്ടിന് പേയ്മെന്റ് റെമ്യൂണറേഷൻ വേണം. അതെ, അതായത് ഇനിയിപ്പോ അത് കുറവാണെങ്കിലും സീനിൽ ചെയ്യുന്നു, പക്ഷെ ചെയ്യണ ഒരു ജോലിക്ക് റെമ്യൂണറേഷൻ വേണം. അതെ, അതുകൊണ്ടാണ് ഈ ഇൻഡിപെൻഡന്റ് സിംഗേഴ്സിനെ നമ്മളെ നാട്ടില് തീരെ സപ്പോർട്ടില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം തന്നെ ഇപ്പം ബോളിവുഡിൽ തന്നെ അനൂപ് ജെയിന് വരൊക്കെ അറിയില്ലേ, ഇവരൊക്കെ ആ ഒരു ഇൻഡിവിജ്വൽ പാട്ട് ഇങ്ങനെ പാടി വന്നതുകൊണ്ട് കോൺസേർട്ട് അങ്ങനെയൊക്കെ ഇടാൻ കിട്ടി. അത് പറഞ്ഞപ്പോഴാണ് കേരളത്തല്ല NIT എല്ലാ വർഷവും ഓരോ പരിപാടി എല്ലാം ഉണ്ട്. ഇങ്ങനെ മോഹിത് ചൗഹാന്, നക്കാഷ അസീസ്, പിന്നെ ശ്രേയാ ഘോഷല് ഇവരൊക്കെ വരലുണ്ട്, MJ5 ഒക്കെ. അപ്പൊ ഇപ്രാവശ്യം ഇവന്റിന് ശ്രേയാ ഘോഷലായിരുന്നു ഇവരെ മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നെ. ക്യാൻ യു ഗസ് ഹർ റെമ്യൂണറേഷൻ ഫോർ ദാറ്റ് ഒരൊറ്റ നൈറ്റിലെ ഇവന്റിന്? സ്റ്റുഡന്റ് ലോണിനേക്കാളും വരുമോ? അങ്ങനല്ല, ഒരു ഗസ്റ്റ് ഞാൻ എന്നോട് പറഞ്ഞല്ലേ, പിന്നെ അഭിനയിക്കണ എന്നോട് പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അന്ന് എത്ര അറൌണ്ട് 40 to 50 lakhs ആണ് ശ്രേയാ ഘോഷല് ആ ഒരു കോൺസേർട്ട്. അത് ആ ഒരു നൈറ്റിൽ എത്ര ഏറിപ്പോയ 1 മണിക്കൂറോ അല്ലെ 1.5 മണിക്കൂറൊക്കെ ഏറിപ്പോയാലും ഉണ്ടാവുള്ളൂ. ഒരു 2 ദിവസത്തെ ചടങ്ങ്. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരുന്നു, ഇവിടെ സ്റ്റേ ചെയ്യുന്നു. എത്ര എമൗണ്ട് പറഞ്ഞ? ഞാൻ ഒന്ന് ഡിസ്ട്രാക്ട് ആയി പോയി ചൂടെടുത്തിട്ട്. അതെ, ചൂടെടുത്തിട്ട് 40 to 50 lakhs. റിയാക്ഷൻ ലേറ്റ് ആയി പോയി. അതില് ഇപ്പം ഈ 40 to 50 lakhs ഒരു 10 lakhs അല്ലെ ഒരു 15 lakhs ഇവരെ ക്രൂവിനും മാനേജറിനൊക്കെ കൊടുത്താലും ബാക്കി ഫുൾ ഇവളെ പൈസ. അതെ, ശ്രേയാ ഘോഷാലിന് അത്ര ഉണ്ടെങ്കിൽ അരിജിത് സിംഗിനൊക്കെ എത്ര ഉണ്ടാവും? അതിന് കൂടുതൽ ഉണ്ടാവുമോ അതോ കുറവായിരിക്കും? കൂടുതലായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തില്. അതുപോലെ തന്നെ നീ കരിക്കിന്റെ ആ സംഭവം എന്തായിരുന്നു പറഞ്ഞത്? ഓ, കരിക്കിന്റെ മൈൻഡ് ബ്ലോയിങ്. കരിക്ക് നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് നിങ്ങളെ സ്ട്രാറ്റജി ഞങ്ങൾ പൊളിക്കാൻ പോവാ. കരിക്കിന്റെ എന്താ വെച്ചാൽ ഒരു 2-3 കൊല്ലം മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഫേം ഇതേപോലെ ഒരു ആഡ് പ്ലേസ്മെന്റ് കരിക്കില് കണ്ടില്ല. ഇവര് റാൻഡം ആയിട്ട് മറ്റേ എഡുംബസിന്റെ ആഡോ അല്ലെങ്കിൽ വല്ല ട്രേഡിങ്ങിന്റെ ആപ്പിന്റെ ആഡൊക്കെ കൊടുക്കും. അപ്പം അതേപോലെ ആഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്കിന്റെ ടീമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അന്നത്തെ 3 years ബിഫോർ വെൻ ദേ വർ ബിഗ് ബട്ട് നോട്ട് ബിഗ് ഇനഫ്, അവരുടെ എമൗണ്ട് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് 5 minutesന്റെ ഉള്ളിൽ 30 to 60 secondsന്റെ ഒരു ആഡ് പ്ലേസ് ചെയ്യണമെങ്കിൽ 30 lakhs rupees, 30 ലക്ഷം രൂപ. അതെ, ഏതല്ലേ? അതെ, ഇവർക്ക് യൂട്യൂബ് മണി അതിനെക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ് ഈ സ്പോൺസർഷിപ്പ്. അതെ, കരിക്കിന്റെ പ്രസിഡന്റ് ആയ നിഖിൽ പ്രസാദിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇത്ര ഹൈ ബഡ്ജറ്റ് സംഭവങ്ങൾ, ഇത്ര അടിപൊളി പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതെ, അതൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പോൺസർഷിപ്സ് നിർബന്ധമാണ്. അല്ലാതെ യൂട്യൂബിലെ ആഡ്സെൻസ് മണി, അതായത് യൂട്യൂബ് പേ ചെയ്യുന്ന പൈസ ഇനഫ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അതെ, പിന്നെ പക്ഷെ മൂപ്പരാണ് ഭയങ്കര വിഷനുള്ള ഒരാളാണ്. മൂപ്പര അന്ന് ഈ കരിക്ക് തുടങ്ങി മറ്റാ തേരാപാരൊക്കെ ഹിറ്റായ ടൈമില് മൂപ്പര് ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ചോദിച്ചപ്പോ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി ഇത് ഡൈവേഴ്സിഫൈ ചെയ്യണം, പുതിയ ആൾക്കാരെ ഇതാക്കാം, പുതിയ മ്യൂസീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കരിക്ക് മ്യൂസിക് തുടങ്ങണം, കുറച്ച് വേറെയുള്ള ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ സീരീസ് കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഇഫ് ഇറ്റ്സ് വർത്ത് ഇനഫ് കരിക്ക് ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ ഇതാക്കുക. പിന്നെ കരിക്കിന്റെ OG ടീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 4-5 ഇത് അന്ന് മൂപ്പര് പറഞ്ഞു. പക്ഷെ ഇപ്പം ഒരു മിനി പൃഥ്വിരാജൊക്കെ പോലെ 20 വർഷം കഴിയുമ്പോൾ ഞാൻ, പക്ഷെ ഇപ്പം അതൊക്കെ മൂപ്പര് സെറ്റാക്കി ഒരു പ്രോപ്പർ കോർപ്പറേറ്റ് പോലെ. ഇപ്പം പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറുതായ ടൈമില്, ചെറുതല്ല ഒരു 9th 10th ആ ടൈമിലൊക്കെ ഞാൻ ഫിൽറ്റർ കോപ്പിന്റെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. മറ്റേ ഈ ഫിൽറ്റർ കോപ്പി അതേപോലെ സ്കൂപ്പ് ഇവരൊക്കെ ആയിരുന്നു അതില് ഫിൽറ്റർ കോപ്പി പ്രാപ്തി എലിസബത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാപ്തി ഇതേപോലെ പോപ്പ് എക്സോ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഇവരുടെ ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ ഇവരാര് സംഭവമാണ് മലയാളത്തിൽ കരിക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, റിലേറ്റ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇത് കൊള്ളാലോ, നമ്മള് കണ്ടു വന്ന സാധനം മലയാളത്തിൽ. പക്ഷെ സംഗതി അങ്ങ് കയറി അടിപൊളിയായി. ബട്ട് വൺ തിങ് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട് കരിക്ക് ഈസ് ദാറ്റ് കരിക്കിനെ അറിയാം അവര് എന്ത് വീഡിയോ ഇട്ടാലും വൈറലാവുന്നുള്ള. അതുകൊണ്ട് തന്നെ അവർ ഓരോ വീഡിയോ ഇടാനും 2-3 മാസമൊക്കെയാണ് ഡിലേ വരുന്നത്. അത് നീ എങ്ങനെ
അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എങ്ങനെയാ വന്നേ? അത് നല്ല കാര്യമല്ല. ഒരു അത്രയും ക്വാളിറ്റിയിൽ എന്തൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനല്ല, അവർക്ക് അത്രയും ടീമും കാര്യമൊക്കെ ഉണ്ടാവുമ്പോ കുറച്ചും കൂടി ഒന്ന് കൺസിസ്റ്റന്റ് ആവാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലെ ചെയ്യുന്ന കുറെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കരിക്കിന്റെ പോലെ ചെയ്യുന്ന ആരാളെ ഉണ്ട് ഇങ്ങനെ എന്തോ ഒരു മാംഗോ അതൊക്കെ പറഞ്ഞാണ്ട്. പക്ഷെ കരിക്കിന്റെ വിജയം അവിടെയാണ്. കാരണം ബാക്കിയുള്ള ഒരു പേര് പോലും നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെ ഇത് ഒരു ആസ് എ ഫാൻ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. കാരണം ഇവരൊരു വീഡിയോ വന്ന് അത് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളാര് കരിക്കുള്ള അങ്ങ് മറന്നു പോകും. പിന്നെ നിക്കുമ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ. കരിക്കിന്റെ ഒരു വീഡിയോ ഇറങ്ങിയാല് എന്റെ റൂംമേറ്റ്സ് എല്ലാരും പല ആൾക്കാരും കരിക്കിന്റെ പുതിയ വീഡിയോ ഉണ്ടോ, കരിക്കിന്റെ വീഡിയോ ഉണ്ടോ, അതെ അങ്ങനെ ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. പിന്നെ എങ്ങനെ ഇറങ്ങിയാലും മില്യൺ വ്യൂസ് അഷ്വേർഡ്, മില്യൺസ് ഓഫ് വ്യൂസ്. മില്യനും അല്ല, അത് ഒരു അവരുടെ സക്സസ് ആണ്. പക്ഷെ എന്നാലും ഒരു 1 month കൂടുമ്പോഴെങ്കിലും ഓരോ വീഡിയോ ഒക്കെ ഇറക്കിയായിരുന്നു. ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പറയാ. അപേക്ഷയാണ് നിഖിൽ പ്രസാദ്, അപേക്ഷ സ്വീകരിക്കണേ. നിനക്ക് മറായ കാരിനെ അറിയോ? പക്ഷെ നീ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം ക്രിസ്മസിലെ ക്രിസ്മസിൽ മാത്രം അതായത് റമദാൻ മാസത്തില് മാഹിർ സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ എല്ലാ പാട്ടുകളും ഇൻഷാ അല്ലാ റമദാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പാട്ടുകളും ബൂമാവുന്ന പോലെ ഇവിടെ കാനഡയിൽ ക്രിസ്മസ് സീസൺ ആയാലും മറായ കാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗർ ഉണ്ട്. അവരുടെ പാട്ടങ്ങ് ഓരോ വർഷം ഇവരെ സ്ട്രീമിങ്ങിന്റെ റെക്കോർഡ് ഇങ്ങനെ ഇവരെന്നെ ബ്രേക്ക് ചെയ്തോണ്ട് ഇങ്ങനെ അങ്ങനത്തെ റേഡിയോയിലും എല്ലായിടത്തും മെറായ കാരിന്റെ പാട്ടായിരിക്കും ഉണ്ടാവും. ആൾക്കാർ സ്റ്റോറി ഇടുമ്പോഴൊക്കെ ഫുള്ള് മെറായ കാരിന്റെ. അപ്പൊ ഈ മെറായ കാരി 1994 ഈ പാട്ട് റിലീസ് ചെയ്തത്. അതായത് മോർ ദാൻ 30 years. അതില് ഇപ്പൊ മെറായ കാരി $1.55 million ആണ് ആ ഒരു പാട്ട് വെച്ച് റെക്കോർഡിംഗ് റോയൽറ്റീസ്. അതായത് ഇപ്പം ഈ റേഡിയോയിലൊക്കെ ഈ പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ കിട്ടണം. അപ്പൊ ആ റോയൽറ്റീസിൽ വേണ്ടി മാത്രം $1.55 million ആണ് മറായ കാരി ഉണ്ടാക്കിയത്. ഈ ഇൻഡിപെൻഡന്റ് സിംഗേഴ്സ് ആയുള്ള ഗുണങ്ങളാണ്. അപ്പൊ അതേപോലെ തന്നെ $830,000 ആണ് പബ്ലിഷിംഗ് റോയൽറ്റീസ്. അത് ഞാൻ വലിയ മ്യൂസീഷ്യൻ ഒന്നല്ല, എനിക്ക് എന്താ റെക്കോർഡിംഗ് റോയൽറ്റീസും പബ്ലിഷിംഗ് റോയൽറ്റീസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ $830,000 പബ്ലിഷിംഗ് റോയൽറ്റീസിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഞാനിത് കണ്ടതെന്ന് വെച്ചാൽ 2017 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. $60 million ആണ് ഈ പാട്ട് വെച്ച് ടോട്ടൽ ഉണ്ടാക്കിയത്. ഒരു പാട്ട് വെച്ചിട്ട്. അരിജിത് സിംഗിന്റെ ഒരു തുമ്പിയോ ഇതേപോലൊക്കെ ആണെങ്കിൽ ചിലപ്പം അരിജിത് സിംഗിന് ഇപ്പോഴും ഇൻകം ഉണ്ടാവും. കാരണം ആ പാട്ട് ഇപ്പോഴും കേൾക്കണവരും സ്ട്രീം ചെയ്യണവരൊക്കെ ഉണ്ട്. അതെ, പക്ഷെ ഇല്ല. ബോളിവുഡ് $60 million ഒരു പാട്ട് വെച്ച് ഒരു പോയിന്റ് കഴിഞ്ഞാല് പിന്നെ വലിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60 million എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്ര പൈസയാണ്. അത് പറഞ്ഞു വന്നപ്പോഴാണ് എന്റെ ഒരു സ്മൂത്ത് ട്രാൻസിഷനിലേക്ക് ഞാൻ വരികയാണ്. ടൈലർ സ്വിഫ്റ്റ് ഞാന് ഇത് കഴിഞ്ഞിട്ട് ടൈലർ സ്വിഫ്റ്റിന്റെ കഥ ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് അലൈക്ക്. ടൈലർ സ്വിഫ്റ്റ് ഒരു ബില്യനെയർ ആയി. അതെ, ഈ വർഷം അല്ല, ഈ അടുത്ത് 2023. അതെ, അപ്പൊ 33-ാം വയസ്സിലാണ് ടൈലർ സ്വിഫ്റ്റ് ബില്യനെയർ ആവുന്നത്. 33 സത്യത്തിൽ ചെറു പ്രായമാണ്. അതെ, 1.1 ബില്യൺ ആണ് ടൈലർ സ്വിഫ്റ്റിന്റെ ഇത് വന്നത്. അതില് $780 million ടിക്കറ്റ് സെയിൽസിലൂടെയാണ് കോൺസേർട്ടിന്റെ. എന്നിട്ട് ടൈലർ സ്വിഫ്റ്റ് എന്താക്കി, ഈ കോൺസേർട്ടിന് പോകുന്നതിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി, ഒരു മൂവി ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഫുള്ള് ഇങ്ങനെ ബിഹൈൻഡ് ദ സീൻസ് ഇങ്ങനെ അതൊക്കെ നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മ്യൂസിക്കൽ ഡോക്യുമെന്ററീസ് ആണ് എന്റെ ഫേവറേറ്റ് ഡോക്യുമെന്ററീസ് ടു വാച്ച്. ഭയങ്കര രസമാണ് കാണാന്. അപ്പോൾ ഈ മ്യൂസിക്കൽ ഡോക്യുമെന്ററി പൊതുവെ എപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ആമസോണിലൊക്കെയാണ് റിലീസ് ആകുന്നത്. പക്ഷെ ടൈലർ സ്വിഫ്റ്റ് അവിടെയും ബില്യനർ ഫോർ എ റീസൺ എന്ന് പറഞ്ഞ പോലെ ടൈലർ സ്വിഫ്റ്റ് എന്താക്കി, ഈ ഒരു സിനിമ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ ഇറക്കാതെ തിയേറ്ററിൽ കൊണ്ടിറക്കി. എന്നിട്ട് ഈ ടൈലർ സ്വിഫ്റ്റ് ഫാൻസ് ഒക്കെ അങ്ങ്, ടൈലർ സ്വിഫ്റ്റിന്റെ ഫാൻസ് സ്വിഫ്റ്റീസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫാൻ ബേസ് ആണല്ലോ.
അനോയ് ചെയ്യാം. അപ്പൊ അപ്പൊ ഈ സ്വിഫ്റ്റീസ് അങ്ങ് പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് $35 million എക്സ്ട്രാ 718 മുകളിൽ ഈ മൂവി ഡോക്യുമെന്ററി ഇന്ത്യയിലൊന്നും റിലീസായില്ല. എനിക്ക് തോന്നുന്ന മിക്കവാറും യുഎസ് അല്ലെങ്കിൽ കാനഡ അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ ഉള്ളത്. എന്താ തിയേറ്ററിലൊക്കെ റിലീസ് ആക്കിയാൽ ഇന്ത്യയിൽ നല്ല ഫാൻസ് ഉണ്ട്. ഇന്ത്യയിൽ എല്ലാവർക്കും ഫാൻസ് ആണ് വൺസ് ദേ ആർ പോപ്പുലർ. കാരണം എന്താ വെച്ചാൽ നമ്മള് 1.3 ബില്യൺ ആൾക്കാര്. നീ മനസ്സിലാലോചിക്കുന്നത് ഞാൻ പറയട്ടെ, ഈ ടൈലർ സ്വിഫ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ എന്റെ റൂംമേറ്റ് ആയ നീനു ടൈലർ സ്വിഫ്റ്റിന്റെ കട്ട ഫാനാണ്. അതെ, സ്വിഫ്റ്റിയാണ്. അപ്പൊ നീനു ക്രിഞ്ചല്ലോ കേട്ടോ, അറിയുന്ന ആളായപ്പോ ക്രിഞ്ചല്ലാതെ. അപ്പൊ നീനു ഈ ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ട് വന്നപ്പോ നീനു ഇങ്ങനെ പറഞ്ഞിരുന്നു, ടൈലർ സ്വിഫ്റ്റ് കോൺസേർട്ട് വരുന്നുണ്ട്, എനിക്ക് പോണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നീനുവിനോട് പറഞ്ഞിരുന്നു ഭയങ്കര പ്രൈസി ആണെന്നാണ്. അതെ, $1,300 സ്റ്റാർട്ടിങ് ഞാൻ കേട്ട്. അപ്പൊ ഈ പൊതുവെ ഒരു കോൺസേർട്ടിന്റെ ടിക്കറ്റ്സ് ഇവിടെ കാനഡയിലൊക്കെ വരുമ്പം ഒരു $180, $150 അങ്ങനെയൊക്കെയാണ് നല്ല കോൺസേർട്ട്. വീക്കെൻഡ്, പോസ്റ്റ് മെലോഡി അങ്ങനത്തെ കോൺസേർട്ട് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുക. പക്ഷെ ടൈലർ സ്വിഫ്റ്റിന്റെ 1,500, എത്ര 10 ഇരട്ടി അത്രയാണ്. അങ്ങനെ ഡിഫറൻസ് ഉള്ളത്. എന്നിട്ട് നീനു വന്നിട്ട് കഷ്ടപ്പെട്ട് ഈ ഫാൻസിനൊരു പ്രീസെയിലൊക്കെ ഉണ്ടാകാം, അതിലൊക്കെ സ്ഥലം പിടിച്ച് വെയിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ടിന് ടിക്കറ്റ് എടുത്തു നീനു. അപ്പൊ അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, നീ ഒന്ന് ആലോചിച്ച് എത്രത്തോളം നമുക്ക് അറിയാത്ത ആ ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ. ടൈലർ സ്വിഫ്റ്റിന്റെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ അറിയോ, ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. ടൈലർ സ്വിഫ്റ്റ് ഈ സ്വീന്റെ സ്വൂം ആ ടൈലർ സ്വിഫ്റ്റ് മറ്റേ കോൺസേർട്ടിന് പോണതിന്റെ മുന്നേ പ്രാക്ടീസ് ചെയ്യല്ലോ. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോ ഓരോ പാട്ടും ട്രെഡ്മില്ല് പല സ്പീഡിൽ ഓടിയിട്ട് പ്രാക്ടീസ് ചെയ്യും. കാരണം കോൺസേർട്ട് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിട്ടും സ്റ്റാമിന ബിൽഡ് ചെയ്തിട്ടാണല്ലോ പാടുക. പക്ഷെ പാട്ടിനെ ബാധിക്കരുതല്ലോ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇവള് പറയും, ഇവള് എത്രയോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും സോ ദാറ്റ് ഈ ഒരു പെർഫോം ചെയ്യണത് ഇവളൊരു മസിൽ മെമ്മറി പോലെ സോ ദാറ്റ് ഇവക്ക് ഫാൻസിന്റെ കൂടെ അത്രക്കും എൻഗേജ് ചെയ്ത്. അതായത് ഞാൻ കോൺസേർട്ടിൽ പാടുകയാണ് എന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് എലമെന്റ് ഓളങ്ങ് മസിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫാൻസിനായിട്ട് വൺ എൻഗേജ് ചെയ്യുക. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ടൈലർ സ്വിഫ്റ്റിന്റെ ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്സ് ഒക്കെ, അതായത് ഇങ്ങനെ ലിപ് സിങ്കിങ് ഒന്നും ഉണ്ടാവാറില്ല അധികം. വോക്കൽസ് ആണ്, വോക്കൽ അടിപൊളിയാണ്. പിന്നെ അടിപൊളി സെറ്റും അടിപൊളി എന്താ ഇതൊക്കെയാണ്, അതൊക്കെ ഭയങ്കരമായിട്ട് ആഡ് ചെയ്യും. പിന്നെ എന്താന്ന് വെച്ചാല് മിക്ക ആർട്ടിസ്റ്റിന്റെ വീക്കെൻഡ്, പോസ്റ്റ് മെലോഡി അങ്ങനത്തെ ആർട്ടിസ്റ്റിന്റെ സിംഗിങ് എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറാണ് ഉണ്ടാവുക. പക്ഷെ ടൈലർ സ്വിഫ്റ്റിന്റെ 2-2.5 മണിക്കൂറാണ്. അത്രയും പാട്ട് പാടും. 2-2.5 മണിക്കൂർ പാടും. നമുക്ക് 2 മണിക്കൂർ സംസാരിക്കുമ്പോൾ തന്നെ തൊണ്ടയിലെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈണത്തില് പാടാം. നമുക്കൊക്കെ എന്ത് വെച്ചാലും പ്രശ്നമല്ല. അതെ, സമ്മതിക്കണം. അതെ, അപ്പൊ ഒരു ലിറ്റിൽ ബിറ്റ് ഡിസേർവ്ഡ് തന്നെയാണ്. അതെ, അത് ഞാൻ ഒരു ഇത് കണ്ടിരുന്നു, മറ്റേ പ്രിയങ്ക ചോപ്രന്റെ ഒരു വീഡിയോ ആണ്. പ്രിയങ്ക ചോപ്ര നിക് ജോണാസിനെ റോസ്റ്റ് ചെയ്യണം ഒരു റിയാലിറ്റി ഷോയില്. അപ്പൊ ഞാൻ അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോള് ഒരു വർഷം ആൾക്കാർ ഫുള്ള് ഹൂ ഇസ് ദിസ് ലേഡി, അല്ലെങ്കിൽ ഒരു വർഷം ആൾക്കാർ ഷീ ഗോട്ട് ഫേമസ് ബിക്കോസ് ഓഫ് നിക് ജോണാസ്. പിന്നെ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു വിച്ച് സ്റ്റുഡ് ഔട്ട്, വിച്ച് കോട്ട് മൈ ഐസ് ഓൺ ഇറ്റ്. ഞാൻ ആ കമന്റ് കണ്ടിരുന്നു. അതായത് ആ ഇതിലെന്താ പറയണെന്ന് വെച്ചാല്, USA വെറും 300 മില്യൺ ആൾക്കാർ. നിക് ജോണാസ് USA വെറും 300 മില്യൺ ആൾക്കാരുള്ളൂ. ഈ 300 മില്യൺ ആൾക്കാർക്കാണ് പ്രിയങ്ക ചോപ്ര ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. പക്ഷെ ഇന്ത്യയിൽ പറഞ്ഞാൽ 1.3 ബില്യൺ ആൾക്കാരാണ്. അതായത് ആ 0.3 ഉള്ളൂ US പോപ്പുലേഷൻ. ആ 0.3 ഉള്ളൂ. ഈ 1.3 ബില്യൺ ആൾക്കാർ നിക് ജോണാസിനെ അറിയണത് പ്രിയങ്ക ചോപ്രന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം. പിന്നെ വേറെ കമന്റ് ഉണ്ട്, USA ഓൾവേസ് തിങ്സ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദം. അല്ലെങ്കിൽ യുഎസിന്റെ വിചാരം യുഎസിന്റെ പുറത്ത് വേറെ ലോകമൊക്കെ കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയങ്ക ചോപ്രന്റെ എനിക്ക് ഭയങ്കര ഒരു പ്രിയങ്ക ചോപ്രക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ട്. ഞാൻ പ്രിയങ്ക ചോപ്രന്റെ സിനിമാസ് ഒന്നും കണ്ടിട്ടുമില്ല. ഞാൻ ആകെ ഡോൺ 2-ലും ഡോൺ 1-ലും മാത്രമാണ് പ്രിയങ്ക ചോപ്രനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആസ് എ ഫേമസ് പേഴ്സണാലിറ്റി എനിക്ക് പ്രിയങ്ക ചോപ്രനോട് ഒരു റെസ്പെക്ട് ഉണ്ട്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല്,
പ്രിയങ്ക ചോപ്ര 18-ാം വയസ്സില് മിസ് ഇന്ത്യ ആയി. ഇന്ത്യ. 18-ാം വയസ്സില് പൈതൽ ചെറിയ കുട്ടി. കാനഡയിൽ വന്നിറങ്ങി. അതെ, ഞാൻ കാനഡയിൽ വന്ന് ലോകം ജീവിച്ചു തുടങ്ങാന്ന് വിചാരിച്ചപ്പോ തന്നെ ആ ഒരു ഏജിൽ പ്രിയങ്ക ചോപ്ര മിസ് ഇന്ത്യ ആയി. 19-ാം വയസ്സില് മിസ് വേൾഡ് ആയി. ഒന്ന് ആലോചിക്കുക. എന്നിട്ട് പിന്നെ എന്താ ബോളിവുഡിലേക്ക് വന്നു, ബോളിവുഡിൽ ഒരു സക്സസ്ഫുൾ ആക്ട്രസ് ആയി. എന്നിട്ട് കുറെ ബോളിവുഡ് സ്റ്റാർസും ആക്ട്രസസും ഒക്കെ ഹോളിവുഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ നോക്കിയാണ്. ദീപിക പടുക്കോൺ. അതെ, ദീപിക പടുക്കോണൊക്കെ ഫ്ലോപ്പ് ആയിട്ട്. അതെ. പക്ഷെ അവരൊന്നും സക്സീഡ് ചെയ്തിട്ടില്ല. അല്ലെ, സക്സീഡ് ചെയ്ത തന്നെ സൈഡ് റോള് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഉണ്ടായത്. അതായത് ഇപ്പം ഒരു മൂവിയില് ഒരു വ്യത്യസ്തതക്ക് വേണ്ടി അല്ലെ ഇന്ത്യൻ മാർക്കറ്റിൽ പെനേട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പോപ്പുലർ സ്റ്റാറിനെ ഇൻസേർട്ട് ചെയ്ത പോലെ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ആരും പിന്നെ അവരെ കണ്ടിട്ടില്ല ഹോളിവുഡിൽ അങ്ങനെ. അതെ, പക്ഷേ ദീപിക പദുക്കോണല്ല, പ്രിയങ്ക ചോപ്ര ഹോളിവുഡിലേക്ക് അങ്ങ് പെനട്രേറ്റ് ആയിന്ന് മാത്രല്ല, സ്വന്തമായിട്ട് ഒരു സീരീസ്, അത് ആ സീരീസ് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. അതിലെ ലീഡ് റോള് ബേവാച്ച് എന്ന് പറഞ്ഞ ഡ്വെയിൻ ജോൺസൺ അഭിനയിച്ച ഹൈയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ ഹോളിവുഡ്. ആ അഭിനയിച്ച ഡ്വെയിൻ ജോൺസന്റെ എതിരെ വില്ലനായിട്ട് പ്രിയങ്ക ചോപ്ര. അത് ബേവാച്ചിലെ കാസ്റ്റ് എന്ന് പറഞ്ഞാല് റോക്ക്, അതായത് ഡ്വെയിൻ ജോൺസൺ, പിന്നെ സാക് എഫ്രോൺ, അലക്സാൻഡ്ര ദദ്ദാരിയോ, ഇവരൊക്കെയാണ്. അലക്സാൻഡ്ര ദദ്ദാരിയോ ഇവരെ കൂടെ മറ്റേ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ ഒറ്റ വില്ലനുള്ള ആ വില്ലന് പ്രിയങ്ക ചോപ്ര. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ എന്നിട്ട് പിന്നെ നിക് ജോണസിനും കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ ആസ് എ കരിയർ വൺ സക്സസ്ഫുൾ ആണ് പ്രിയങ്ക ചോപ്രന്റെ. പക്ഷെ എന്തായാലും ആ ഒരു സെക്കൻഡ് നെയിം ചോപ്ര എന്നുള്ള സ്ഥിതിക്ക് ഒരു പുഷ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടാവൂലേ ഹോളിവുഡിൽ? എന്ത് ചോപ്ര? ഹോളിവുഡിലല്ല, ബോളിവുഡ് പ്രോബബ്ലി. പക്ഷെ എല്ലാവർക്കും അൺഫെയർ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ലേ? ഇപ്പൊ ഞാനും നീയും നമ്മള് സൗദിയിൽ ജനിച്ചു വന്ന് വളർന്നുകൊണ്ട് നമുക്ക് അൺഫെയർ അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അൺഫെയർ അഡ്വാൻറ്റേജസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ടും ഫോൺ ഉണ്ടായതുകൊണ്ടും ടെക്നോളജി ഉണ്ടായതുകൊണ്ടും നിങ്ങൾക്ക് സമയം ഫ്രീ ടൈം ഉണ്ടായതുകൊണ്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ലോകത്തിലെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അൺഫെയർ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ആ അൺഫെയർ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയൊരു പ്രിവിലേജ് ആണ് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് നമ്മൾ ഗ്രാൻറ്റഡ് ആയി എടുക്കരുത്, അത് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്, അത് മാക്സിമം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കിട്ടിയതൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അത് വെച്ച് ഒരു പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇപ്പൊ ഈ അനന്യ പാണ്ഡെ ഇവരെ അൺഫെയർ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവര് ബോളിവുഡ് ഫാമിലിയിൽ ജനിച്ചു. ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ആക്ടർ ആവാന്നുള്ള അതാണ് മിസ്റ്റേക്ക്. അതാണ് ആൾക്കാർക്ക് തീരെ പിടിക്കാത്തത്. ആൾക്കാർക്ക് അത് പിടിക്കില്ല, കാരണം കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് മാത്രല്ല ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ മാർക്കറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. നല്ല നടന്മാരല്ലെങ്കിലും അവര് പുറത്തായി പോകും. ശരിയാ, അവര് വാല്യൂ കൊണ്ടുവന്നാലേ അതിൽ നിൽക്കാൻ കഴിയുള്ളൂ. ലോങ്ജിവിറ്റി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തൊണ്ട പൊട്ടി ഇത്രയും സംസാരിച്ച നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമന്റ് ലീവ് ചെയ്യണം. കമന്റ്സിനൊക്കെ ഞങ്ങൾ റിപ്ലൈ അയക്കുന്നതാണ്. പിന്നെ ലൈക്ക് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ, അല്ലെ ഞങ്ങൾ ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സോ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ DM ചെയ്യുക. സോ ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ ആൻഡ് സയാൻ സാക്കിർ. പീസ് ഔട്ട്. ലൂസിയും സൂസിയും നല്ല പേരല്ലേ? ലൂസി സൂസി സുസു ഒന്നും വേണ്ട. പിന്നെ എന്ത് പേരാ എനിക്ക് വേണ്ടത്? പേര് ഞാൻ ആരോടൊക്കെ തമാശ പറഞ്ഞോണ്ട് എല്ലാരും എന്നെ തള്ളി പറഞ്ഞിട്ടുള്ളൂ. ചിരിക്കുന്നത് ജീനിയസ്. അവിടുത്തെ ഡിന്നർ. ബൈ ഗായ്സ്. Eldo. Yeah. Peace out. Peace out.